ബെസ്റ്റ് സ്മാർട്ട് ഫോൺ അണ്ടർ 20,000 എന്ന രീതിയിൽ നിങ്ങളൊരു ഫോൺ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഇനി മുതൽ നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്ന ഒരു ഐറ്റം ആയിരിക്കും ഈ ഐറ്റം മോട്ടോ G96 5G. എന്തായാലും അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നത്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് പരിശോധിച്ചാലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കയ്യിൽ ഉണ്ടോ എന്നുള്ള കാര്യം. ഈ കാണുന്നതാണ് ഈ G96ൻ്റെ ബോക്സ്. നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാം. ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. പതിവായിട്ടുള്ള മോട്ടോ ഡിസൈൻ തന്നെ അല്ലേ. എങ്ങനെയുണ്ട് സംഭവം? നന്നായിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. അതിലേക്ക് വരുന്നതിന് മുമ്പ് ബോക്സിൽ 33 വാട്ടിൻ്റെ ചാർജറും ചാർജിങ് കേബിളും ഇരിക്കുന്നുണ്ട്. ചാർജർ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോൺ കയ്യിലോട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് മോട്ടോ G96. 7.93 mm തിക്നെസ് വരുന്നുള്ളൂ. അത് നമ്മൾ വളരെ സ്ലിമ്മാണ്. ഒപ്പം തന്നെ കർവും കൂടി ആയതുകൊണ്ട് വളരെ സ്ലിമ്മായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 178 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ലൈറ്റ് വെയിറ്റും ഫീൽ ചെയ്തത്. ഇതിൻ്റെ റിയർ പാനൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല അൾട്രാ പ്രീമിയം വീഗൻ ലെതർ ഡിസൈനാണ് വരുന്നത്. പാൻഡേൺ ക്യൂറേറ്റഡ് കളറാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം 4 കളറിൽ വരുന്നുണ്ട് കേട്ടോ. 4 കളർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ആഷ്ലേ ബ്ലൂ, ഗ്രീനർ പേസ്റ്റർ, കാറ്റ്ലിയ ഓർക്കിഡ്, റെഡ് ആൻഡ് ബ്ലൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പേര് കൊടുത്തിരിക്കുന്നത്. സംഭവം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ താഴെ ഡുവൽ നാനോ സിം സ്ലോട്ട്, സ്പീക്കർ ഗില്ല്, മൈക്ക്, അതേപോലെ തന്നെ ടൈപ്പ് സി പോർട്ട്, റൈറ്റ് സൈഡിൽ ഒരു മൈക്ക് കൂടി കാണുന്നുണ്ട്, പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പിൽ മൈക്ക്, ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ. ഫ്രണ്ടും ബാക്കും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫ്രണ്ടിൽ ആ കർവ്ഡ് ഡിസ്പ്ലേ അടങ്ങുന്ന ഡിസ്പ്ലേ സെറ്റപ്പാണ്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. കംഫർട്ടായ നൈസായ ക്യൂട്ടായ ഒരു ഫോൺ. ഇനി ഇതിൻ്റെ അടുത്ത നല്ല ഘടകം എന്ന് പറയുന്നത് നൈസായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് പറയേണ്ടത്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD+ 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 3D കർവ്ഡ് POLED ഡിസ്പ്ലേ. ഒപ്പം തന്നെ IP68 വാട്ടർ റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത്യാവശ്യം മഴയത്ത് നനഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഡിസ്പ്ലേ ക്വാളിറ്റിക്ക് വേറെ വിഷയങ്ങളേ ഇല്ല. നിങ്ങൾക്ക് വിഷ്വൽ ഞാൻ വീഡിയോസ് കൂടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. 10 ബിറ്റ് കളർ ഡെപ്ത് ഉള്ള ഡിസ്പ്ലേ ആണ്. DCI-P3 സപ്പോർട്ട് വരുന്നുണ്ട്. ബ്രൈറ്റ്നസ് ഒക്കെ 1600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. കോണിംഗ് കൊറോള ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. SGS ഐ പ്രൊട്ടക്ഷൻ, ഫ്ലിക്കർ ഫ്രീ സംവിധാനങ്ങൾ അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഒപ്പം തന്നെ സ്മാർട്ട് വാട്ടർ ടച്ച്, നനഞ്ഞ കൈ കൊണ്ടൊക്കെ ടച്ച് ചെയ്താലും കൃത്യമായിട്ട് വർക്ക് ചെയ്തോളും. പിന്നെ ഡിസ്പ്ലേ കളർ ബൂസ്റ്റ് എന്ന് പറയുന്ന സംവിധാനമൊക്കെ ഉണ്ട്. സോ കുറച്ചും കൂടിയൊക്കെ വിഷ്വലി ഭംഗിയിൽ കാണാൻ പറ്റും. എന്തായാലും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഞാൻ ഇൻഡോറോ ഔട്ട്ഡോറോ ഉപയോഗിച്ച് നോക്കി വേറെ വിഷയങ്ങളൊന്നുമില്ല. സോ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വിഷയങ്ങളൊന്നുമില്ല. സോ അപ്പോൾ ഡിസ്പ്ലേ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെങ്കിൽ ഇനി ക്യാമറയെക്കുറിച്ച് പറയാം. കാരണം അത്യാവശ്യം നല്ലൊരു ക്യാമറയുണ്ട്. മെയിൻ ക്യാമറ സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 50 മെഗാപിക്സലിൻ്റെ സോണി ക്യാമറയാണ് വരുന്നത്. OIS സപ്പോർട്ട് അടക്കമാണ് വരുന്നത്. അതിൻ്റെ ഇമേജ് സാമ്പിളുകളാണ് ഈ കാണുന്നത്. ഒപ്പം തന്നെ സെൽഫി ക്യാമറ ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൽഫി ക്യാമറ 32 മെഗാപിക്സലിൻ്റെയാണ്. അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. 8 മെഗാപിക്സലിൻ്റെയാണ് വൈഡ് ആംഗിൾ ക്യാമറ വരുന്നത്. അതിൻ്റെ ഇമേജും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സാമ്പിൾ ഇവിടെ കാണാം. ഫ്രണ്ടും ബാക്കും ഒക്കെ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നൈസായിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. സോ അത്യാവശ്യം നല്ലൊരു ക്യാമറയുള്ള ഫോൺ 20,000 താഴെ നോക്കുന്നവർക്കും വേണമെങ്കിൽ പരിഗണിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നുള്ളത് നിങ്ങൾ നോക്കുക, എന്നിട്ട് മാത്രം ചൂസ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് AI ഫോട്ടോ എൻഹാൻസ് എഞ്ചിൻ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. AI സൂപ്പർ സൂം പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ AI ഓട്ടോ സ്മൈൽ ക്യാപ്ചർ, നമ്മൾ ശരിക്കും ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന പരിപാടികൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒട്ടനവധി ക്യാമറയുടെ ഭാഗത്ത് ഇഷ്ടംപോലെ ഫീച്ചറുകളുണ്ട്. അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ക്വാളിറ്റി ഇപ്പോൾ ഏകദേശം കണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ AI ഫീച്ചേഴ്സ്, അതിപ്പോൾ ഗൂഗിളിൻ്റെ ഫോട്ടോസാണ് ഇവരുടെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക് AI ഇറേസർ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇറേസ് ചെയ്ത് കളയാം. ഫോട്ടോയിൽ എന്തെങ്കിലും ബ്ലറിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അൺബ്ലർ കൊടുത്തുകൊണ്ട് ബ്ലർ കളയാൻ വേണ്ടി സാധിക്കുന്ന സൗകര്യമുണ്ട്. സോ അങ്ങനെയുള്ള ഫീച്ചറുകളൊക്കെ അതിൻ്റെ ഭാഗത്തുള്ളതാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. സോ അപ്പോൾ അങ്ങനെയുള്ള കുറേ AI ഫീച്ചേഴ്സ് ഒക്കെ വേണമെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഭാഗത്തുള്ള നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ടോട്ടലി ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി വൈസ് നന്നായിരിക്കുന്നു. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, ഇത് വന്നിട്ട് സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന് പറയുന്ന പ്രോസറാണ്. യാതൊരു വിഷയമില്ല. വളരെ നൈസായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. യാതൊരു വിഷയമില്ല. എല്ലാ വശത്തും നൈസായിട്ടുള്ള പെർഫോമൻസ് ആണ്. ഒപ്പം തന്നെ ഗെയിം BGMI തന്നെ ഇട്ട് നമ്മൾ കളിച്ച് നോക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് സ്മൂത്ത് എക്സ്ട്രീമിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ സെറ്റപ്പ് അല്ല, പക്ഷേ എന്നാലും ഈ കാണുന്ന രീതിയിൽ വിഷയമില്ലാതെ കളിക്കാം. ഇവർ ഒരിക്കലും ഏതെങ്കിലും ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ടല്ല ഫോൺ ഇറക്കാറ്. ഓൾ റൗണ്ടർ എന്ന രീതിയിൽ തന്നെയാണ് ഇറക്കാറുള്ളത്. അത്യാവശ്യം നല്ല ഡിസൈനാണ്, നല്ല ഡിസ്പ്ലേ ആണ്, നല്ല ക്യാമറയാണ്. എല്ലാം നമ്മൾ കണ്ടു. അത്യാവശ്യം എല്ലാം നന്നായിട്ടുണ്ട്. കൂട്ടത്തിൽ ഈ പെർഫോമൻസും നന്നായിട്ടുണ്ട്. വിഷയമൊന്നുമില്ല. നൈസായിട്ടുള്ള പെർഫോമൻസും കിട്ടും. ഇതിൻ്റെ ആൻറ്റി സ്കോറൊക്കെ ഏകദേശം 6,50,000 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ ഡീസൻ്റ് ആണ്. നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫറിനൊന്നും ഒരു വിഷയമില്ല. അത്യാവശ്യം BGMI കാണുന്ന രീതിയിൽ കളിക്കാം. LPDDR4X RAM ആണ് വരുന്നത്. UFS 2.2 ആണ് സ്റ്റോറേജ് വരുന്നത്. റാം ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 128GB 256GB ആണ് സ്റ്റോറേജ് വരുന്നത്. 13 5G ബാൻഡും കാരണം വരുന്നുണ്ട്. 4x4 മിമോ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളൊന്നും വിഷയങ്ങളൊന്നുമില്ല. സോ അത്യാവശ്യം നൈസായിട്ട് ഉപയോഗിക്കാം. പെർഫോമൻസിൽ വേറെ വിഷയങ്ങളൊന്നും വരാനില്ല. നൈസായിട്ട് നെറ്റ്വർക്ക് ആയാലും എല്ലാ കാര്യങ്ങളിലും ഡീസൻ്റായിട്ട് കൊണ്ടുവന്ന് ഉപയോഗിക്കാം. ആവശ്യത്തിനുള്ള പവറുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 5500 mAh ബാറ്ററിയാണ്. 33 വാട്ടിൻ്റെയാണ് ഫാസ്റ്റ് ചാർജിങ് വരുന്നത്. ഡീസൻ്റായ ബാറ്ററി സെറ്റപ്പ് എന്നേ പറയാനുള്ളൂ.
ആവശ്യത്തിന് ഒരു ദിവസത്തേക്ക് സുഖമായിട്ടുള്ള ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഓഡിയോ നോക്കി കഴിഞ്ഞാൽ ഡോൾബി സൗണ്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. അതേപോലെ തന്നെ ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാതരം ക്വാളിറ്റിയും ഓഡിയോയുടെ ഭാഗത്തും സെറ്റപ്പായിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ യുടെ കാര്യം നോക്കിയാൽ ഹലോ UI ആണ്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്. അതിൽ തന്നെ 1 ഇയർ OS അപ്ഡേറ്റും 3 ഇയറിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. പിന്നെ മോട്ടോ UI ഹലോ UI എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടേതായ കുറേ ഫീച്ചറുകൾ കാണും. അതായത് ഈ സ്മാർട്ട് കണക്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് ഈസി ആയിട്ട് ഇങ്ങനെ മിറർ ചെയ്യുന്ന പോലെ ഫോൺ അതിലേക്ക് വരുന്ന സംവിധാനം. നമുക്ക് വേണ്ടുന്ന എല്ലാ ഫയലും കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാം. അല്ലെങ്കിൽ ഫോണിനെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേയിലേക്ക് കൊണ്ടുവരും. അതിനകത്തുനിന്ന് അതിൽ ഗൂഗിൾ ഫോട്ടോസ് വരും. അത് തുറന്നിട്ട് നമുക്ക് നമ്മുടെ ഫോണിലെ ഫോട്ടോസ് അവിടെ ആക്സസ് ചെയ്യാൻ കഴിയുന്ന കംപ്ലീറ്റ് സെറ്റപ്പ് ഇതിനകത്തുണ്ട്. സോ അതൊക്കെ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. ഇനി അതല്ലാതെ തിങ്ക് ഷീൽഡ് ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാമിലി സ്പേസ് നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. മോട്ടോ സെക്യൂർ നിങ്ങളുടെ സെക്യൂരിറ്റി സംവിധാനത്തിൻ്റെ ഒരു എക്സ്ട്രാ ലെയർ സെക്യൂരിറ്റി വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. സോ മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഈ ഒരു ഫോണിനകത്ത് എല്ലാ ഘടകങ്ങളും ഡിസൈൻ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടാണ്, കൊണ്ടു നടക്കാൻ സൗകര്യപ്രദമാണ്, ഡിസ്പ്ലേ അടിപൊളിയാണ്, പെർഫോമൻസ് ഡീസൻ്റ് ആണ്, ക്യാമറ, ബാറ്ററി എല്ലാ കാര്യങ്ങളും നോക്കുമ്പോഴും എല്ലാം ഒരു ഡീസൻറ്റ് ലെവലിൽ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം നന്നായിട്ടുമുണ്ട്. പിന്നെ സർവീസ് നിങ്ങളുടെ അടുത്ത് സർവീസ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്, ഏകദേശം ഒരു നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ കാര്യം നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ബാക്കി ഈ ഫോണിന് വേറെ ഒരു കംപ്ലയിൻറ്റും നമ്മളിപ്പോൾ കണ്ടില്ല. പക്കാവായിട്ട് സെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 17,990 ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ആ പ്രൈസിന് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഒരു ഡീസൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്യാവശ്യം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം നിങ്ങൾ തന്നെയാണ് കമൻറ്റിൽ ഷെയർ ചെയ്യേണ്ടത്. സോ അതാണ് മോട്ടോ G96 കുറിച്ചുള്ള എൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.